ഹലോ നമസ്കാരം. ഞാൻ സീസൺ 7 ബിഗ് ബോസ് സീസൺ 7 അപ്ഡേഷനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ലൈവ് കണ്ടപ്പോഴേ, ഇന്നത്തെ എപ്പിസോഡല്ല, ഇന്നത് ഹോട്ട്സ്റ്റാറിൽ ലൈവ് കണ്ടപ്പോൾ ഇന്ന് രാത്രി എപ്പിസോഡാകുമ്പോഴേക്കും നല്ലൊരു ഉഗ്രം വഴക്കിന് ചാൻസ് ഉണ്ട്. അതിനുള്ളതൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഒരു ഗെയിമിൻ്റേതായ ഒരു ഒരു ഇതോ ഇപ്പോൾ നമ്മുടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സീസൺ 4 തോന്നുന്നു, മറ്റേ റോബിനും ബ്ലസ്സിലേക്ക് ഉള്ളപ്പോൾ വഴക്കുണ്ടാവും, സ്നേഹം ഉണ്ടാവും, അത് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഇതിൽ തോന്നിക്കുന്നില്ല നമുക്ക്. എന്നാലും ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഉള്ളതോടത്തോളം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞു ഈ സീസണിലെ കഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ലൈവ് ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ അനീഷ് ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്കും ബാക്കി 19 പേര് ഒരുമിച്ച് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവം. ഇന്നലെ രാത്രി അനീഷിന് കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയണ കാരണം അനീഷിന് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാര്യം ഇദ്ദേഹം ഒരു 15 തവണ 16 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കായാലും കേൾക്കുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഇവരെല്ലാവരും കളിയാക്കുന്നുണ്ട്. നിങ്ങളെന്താണ് ആരോടൊന്നും മിണ്ടാത്തത്, വെറുതെ നിങ്ങളെന്താ ഇങ്ങോട്ടും നടക്കണത്, നിങ്ങളെന്തിനാണ് ഞങ്ങളോടത് മാറി നിൽക്കണത്, നിങ്ങളൊരു ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റൻ ആകുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? നിങ്ങൾ ഇന്നലെ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ഇവിടെ മറ്റുള്ളവർക്ക് ഉറങ്ങണം, എനിക്ക് എന്തായാലും രാത്രി കിടന്നുറങ്ങണം, ഉറങ്ങാനുള്ളത് കൊണ്ടല്ലേ നമ്മുടെ ബിഗ് ബോസ് വരെ പാട്ട് വയ്ക്കുന്നത് 8 മണിക്കല്ലേ. അപ്പോൾ 8 മണി വരെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വർത്തമാനം പറയണത്. നിങ്ങൾ പുറത്ത് പോയിരുന്ന് വർത്തമാനം പറയേ, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ റിപ്പീറ്റ് ചെയ്തിട്ട് കളിയാക്കിയിട്ട് ആര്യനും ഷാനവാസും അപ്പുറത്തിങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾക്കത് അത്ര വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ ഞാൻ മനസ്സിലായി, ഈ ബിഗ് ബോസിലൊക്കെ വന്നിട്ട് ഗെയിം പ്ലാനിങ് ആയിരിക്കാം അയാളുടെ ഒരു ഗെയിമിൻ്റെ തന്ത്രമായിട്ടായിരിക്കാം അയാൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടാവുക. പക്ഷേ ഇതൊരു സുഖമില്ലാത്ത പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതിങ്ങനെ ഒറ്റപ്പെട്ട് ആരോടും ഒരു 100 ദിവസമൊക്കെ അതിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുഖമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ എല്ലാം സ്പിരിറ്റിൻ്റെ ഇതിൽ വഴക്ക് വേണം, അതുപോലെ തന്നെ കാര്യങ്ങൾ പറയണം, ഗൗരവത്തിൽ ഉള്ള കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ പറയണം. ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു ന്യായമല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അയാളവിടെ പെട്ടെന്ന് പോകേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പാനി, ശരത്ത് ഇവരൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ അഭിലാഷ് ഇവരൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ ഒരു സ്പിരിറ്റ് വരുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ രാത്രിയിലത്തെ എപ്പിസോഡിൽ ഇപ്പോൾ ഇന്നത്തെ ലൈവ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വഴക്കിനുള്ള ചാൻസില്ല. ഇപ്പോൾ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. മുൻഷിയൊക്കെ ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിങ്കിളിങ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇയാളൊഴികെ ബാക്കി എല്ലാവരും മിങ്കിൾ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. പ്രത്യേകിച്ച് പറയത്തക്ക ഒരു ഇതൊന്നും ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഓക്കെ, ഞാൻ വീണ്ടും ലൈവ് കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ.